കാണാറുണ്ടോന്നോ? ഞാൻ ഡെയിലി കാണുന്ന പരിപാടിയാ. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ പെണ്ണ് സോപ്പിട്ട് തേച്ചൊരച്ച് കുളിക്കുന്ന എന്ത് നാച്ചുറലായിട്ട് അഭിനയിച്ചേക്കുന്നത്. പിന്നെ ആ പെണ്ണിനോടൊന്ന് പറയണം, ഇത്ര ധൃതിക്ക് കുളിക്കല്, പയ്യെ കുളിച്ചാൽ മതി എന്ന് പറയണം. ചേട്ടാ, നമ്മുടെ വീഡിയോയുടെ ഇടയ്ക്ക് വരുന്ന പരസ്യമാണ് എങ്കിൽ പിന്നെ അത് മാത്രമേ കൊള്ളാവുന്നേ ഉള്ളൂ. ലോകത്തെങ്കിലും എന്റെ സ്റ്റാൻഡപ്പ് ഒന്ന് സെലക്ട് ചെയ്യണേ. ഒന്ന് പതുക്കെ ഇടണോ. ഇപ്പൊ ഈ ടവർ ഞാനും അടുത്ത ജംഗ്ഷനിൽ പോയി കിടന്നേനെ. ഇനി ഇയാളെന്തിനാ മണ്ടാക്കി അറിയേ? കാക്കയ്ക്ക് നിക്കർ ഇട്ട് കൊടുക്കാൻ ഇതുപോലെയാടാ നമ്മുടെ ബാബുവിന്റെ ഭാര്യ രമണി. പാവത്തിനുടുക്ക ഒരു പീസ് തുണി മാത്രമേ ഉള്ളൂ. വീട്ടിലാണ് AC ഇല്ല, എന്നും മേത്ത് വെള്ളം കോരി ഒഴിക്കും. പാവത്തെ ഞാനാടാ എന്നും പോയി സമാധാനിപ്പിക്കുന്നത്. മുതലാളി ഈ കാണിക്കുന്ന നന്മ പ്രവർത്തിക്ക് നമ്മുടെ നാട്ടുകാര് കുളിസീൻ എന്നാണ് പറയുന്നത്. ഈ അപ്പൂപ്പൻ ഇനി അധിക കാലമൊന്നും ഇല്ലടാ. പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 12 കൊല്ലം. ഇത് വല്ല നടക്കൂടി? പഴുത്തല വീഴും, പച്ചില ചിരിക്കും. ദോ സുമതി അമ്മൂമ്മ ചന്തേ പോന്നു. എവിടെ? പഴുത്തലക്ക് ഒരു ഗുരുവില്ലല്ലോ. നീ പണ്ട് കൊച്ചായിരുന്നപ്പോ അപ്പൂപ്പന്റെ ഈ മടിയിലിരുത്തി ഞാൻ നിനക്ക് എന്തുമാത്രം കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അപ്പൂപ്പ. അന്ന് എന്റെ അരയിലിരുന്ന് സ്വർണ്ണ അരിഞ്ഞാണം പോയതിനു ശേഷമല്ലേ അമ്മ അപ്പൂപ്പനെ കൊണ്ട് ആ കഥ പറച്ചിലങ്ങ് നിർത്തിച്ചത്. എനിക്ക് താഴെ 15 മക്കളായിരുന്നു എന്റെ അച്ഛനും അമ്മയ്ക്കും. അപ്പൂപ്പൻ ഉപദേശം പറയാൻ വിളിച്ചാണോ അതോ അപ്പൂപ്പന്റെ അച്ഛന്റെ കുറ്റം പറയാൻ വിളിച്ചാണോ? കാര്യം ഞാനിപ്പോ എന്തായാലും സിനിമ കയറി വലിയ സ്റ്റാർ ആവും. അപ്പോ എന്തായാലും നിനക്ക് എന്റെ അതേ മുഖച്ചായത് ആയതുകൊണ്ട് നിന്നെ എന്തായാലും എന്റെ ഡൂപ്പായിട്ട് വിളിക്കും. ഉറപ്പാ, ഷുവറായിട്ടുള്ള കാര്യാ. എന്താണ് മിണ്ടായിരിക്കുന്നത്? നമ്മക്ക് രണ്ടുപേർക്കും ഒറ്റ അപ്പനായി പോയി. ഇല്ലെങ്കിൽ നിന്റെ അച്ഛനെ ഞാൻ വിളിച്ചോ.